മഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് വെളുത്ത നിറമാണ്. എന്നാൽ ചില പ്രത്യേക മലനിരകളിലും ധ്രുവ പ്രദേശങ്ങളിലും മഞ്ഞ് പിങ്ക് അല്ലെങ്കിൽ ചുമപ്പ് നിറത്തിൽ കാണപ്പെടാറുണ്ട്. ഈ കാഴ്ചയാണ് വാട്ടർമെലൺ സ്നോ അഥവാ തണ്ണിമത്തൻ മഞ്ഞ് എന്ന് വിളിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മണ്ണോ രക്തമോ കലർന്നതാണെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ തികച്ചും ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. ചലാമിഡോമോണാസ് നിവാലിസ് എന്നറിയപ്പെടുന്ന ഒരു തരം ആൽക്കകളാണ് മഞ്ഞിൻ്റെ ഈ നിറമാറ്റത്തിന് കാരണം. അതിശൈത്യത്തെ അതിജീവിക്കാൻ കഴിവുള്ള ഈ സൂക്ഷ്മജീവികൾ ഹിമപാളികൾക്കുള്ളിലാണ് വളരുന്നത്. സാധാരണയായി പച്ച നിറത്തിലുള്ള ഇവ കഠിനമായ സൂര്യപ്രകാശവും അൾട്രാവയലറ്റ് കിരണങ്ങളും ഏൽക്കുമ്പോൾ സ്വയം സംരക്ഷിക്കാനായി അസ്റ്റാകാന്തിൻ എന്ന ചുവന്ന വർണ്ണ പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പദാർത്ഥമാണ് വെളുത്ത മഞ്ഞിനെ പിങ്ക് നിറത്തിലാക്കി മാറ്റുന്നത്. ഈ നിറമാറ്റം ആൽക്കകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. മഞ്ഞ് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് തടയാൻ ഒരു സൺസ്ക്രീൻ പോലെ ഈ ചുമപ്പ് നിറം പ്രവർത്തിക്കുന്നു. കൂടാതെ ചുമപ്പ് നിറം കൂടുതൽ ചൂട് വലിച്ചെടുക്കുന്നതിനാൽ മഞ്ഞ് വേഗത്തിൽ ഉരുകുകയും അത് ആൽക്കകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വെള്ളം നൽകുകയും ചെയ്യുന്നു. ലോകത്തിലെ പ്രധാന മലനിരകളിലും ധ്രുവ പ്രദേശങ്ങളിലും വേനൽക്കാലത്താണ് ഈ കാഴ്ച സാധാരണയായി കാണപ്പെടുന്നത്. ഈ മഞ്ഞിന് തണ്ണിമത്തൻ്റെ ഗന്ധവും രുചിയുമുണ്ടെന്ന് പണ്ട് കരുതിയിരുന്നതിനാലാണ് ഈ പേര് വന്നത്. എന്നാൽ ദഹന പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഇത് ഭക്ഷിക്കരുത്. മനോഹരമായ ഒരു കാഴ്ച എന്നതിലുപരി മഞ്ഞ് വേഗത്തിൽ ഉരുകാൻ കാരണമാകുന്നതിലൂടെ ഹിമാനികളുടെ ആയുസ് കുറയ്ക്കുന്നു എന്ന ആശങ്കയും ഈ പ്രതിഭാസം ഉയർത്തുന്നുണ്ട്. പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ജീവികൾ പോലും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്.